ഹലോ ഫ്രണ്ട്സ്, പവർപോയിന്റ് ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർപോയിന്റിൽ ഇമേജുകൾ ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാനൊരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇമേജിനെ ക്രോപ്പ് ചെയ്യാനായി ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ക്രോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതിലെ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യത്യസ്ത ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ ഓപ്ഷനായ ക്രോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഇമേജിന്റെ ഔട്ട്ലൈനിലൂടെ മറ്റൊരു ഷേപ്പ് ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഇതിലെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ രണ്ട് എൻഡുകൾ ഒരേപോലെ മൂവ് ആയി ഈ ഒരു സൈസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സൈസിലേക്ക് ഈ ഇമേജ് ക്രോപ്പ് ആവുന്നതാണ്. സോ ഞാനിപ്പോൾ ഈ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ക്രോപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ആ ഒരു സൈസിലേക്ക് ക്രോപ്പ് ആവുന്നതാണ്. ഇനി അതല്ല, ഇവിടെ നമ്മൾ കോർണറിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മുടെ ഇമേജ് റിമൂവ് ആവുകയും ആ ഒരു സൈസിലേക്ക് ക്രോപ്പ് ആവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സൈഡിൽ നിന്നും ഈ ഒരു പ്രവൃത്തി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോട്ടോയുടെ സൈസ് നമ്മുടെ ആവശ്യാനുസരണം ഇതുപോലെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, വീണ്ടും ക്രോപ്പ് ചെയ്യുന്നതിനായി ക്രോപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഫോട്ടോ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി അതല്ല, നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോയിനെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്കാണ് ക്രോപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതിനായി ഇവിടെ ക്രോപ്പ് എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും ക്രോപ്പ് ടു ഷേപ്പ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷേപ്പുകളും ഇവിടെ നമുക്ക് കാണാം. ഇതിൽ നിന്നും നമ്മുടെ ആവശ്യാനുസരണം ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ആവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ സെലക്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഫോട്ടോയെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഏതൊരു ഷേപ്പിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യേണ്ടതെങ്കിൽ തൊട്ടടുത്തുള്ള ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആവശ്യാനുസരണം ഏത് ആസ്പെക്ട് റേഷ്യോ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 1:1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഇവിടെ ആ ഷേപ്പ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമേജിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിനുള്ളിലേക്ക് കൃത്യമായി നമ്മുടെ ഫോട്ടോയെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ക്രോപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ആ ഒരു രീതിയിലേക്ക് ക്രോപ്പ് ആവുന്നതാണ്. ഇനി നമുക്ക് ഈ കാണുന്ന ഈ ഒരു സൈസിലേക്ക് നമ്മുടെ ഈ ചെറിയ ഫോട്ടോനെ ആക്കണമെന്ന് വിചാരിക്കാം. സോ അതിനായി ഞാനിവിടെ ക്രോപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ഫിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന മുഴുവൻ ഏരിയയിലേക്ക് നമ്മുടെ ഫോട്ടോ ഫിൽ ആവുന്നതാണ്. സെലക്ട് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാം, ഞാൻ ഈ സെലക്ട് ചെയ്ത ഇത്രയും ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഇമേജ് ഫുള്ളായി ഫില്ലായിട്ടുണ്ട്. ഇനി അതല്ല, ഇവിടെ ഫിറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ സെലക്ട് ചെയ്ത ഈ ഒരു ഏരിയയിലേക്ക് ഈ ഫോട്ടോ ഫിറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ മൊത്തം ഫോട്ടോവിനെയും ആ ഒരു ഏരിയയിൽ ഉൾക്കൊള്ളിക്കാൻ ഇവിടെ ശ്രമിച്ചു. പക്ഷെ നമുക്ക് മുകളിലും താഴെയും ചെറിയൊരു വൈറ്റ് സ്പേസ് ഫോം ആയിട്ടുണ്ട്. സോ അവസാനം പറഞ്ഞ രണ്ട് ഓപ്ഷൻ നമുക്ക് അത്രയും യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമായി വരികയാണെങ്കിൽ ഈ ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ അത്രയുമായിരുന്നു പവർ പോയിന്റ് ഉപയോഗിച്ച് ഫോട്ടോകൾ ക്രോപ്പ് ചെയ്യുന്ന വിധം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.